ദൈവത്തിന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിച്ച് അല്പം ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ താല്പര്യപ്പെടും. യെരമ്യാ പ്രവചനം 32 അധ്യായം 17 വാക്യം. കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. മതി, നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും. ദാറ്റ്സ് മൈ തീം. ദ പവർ ഓഫ് ഗാഡ്, ദ മൈറ്റി പവർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി, ദൈവത്തിൻ്റെ ശക്തി. സ്തോത്രം, ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവശക്തി എന്ന് പറയുന്നത്. നമ്മൾ സ്തോത്രം ഈ ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് സൃഷ്ടിപ്പ് മുതൽ നമ്മുടെ വീണ്ടെടുപ്പ് വരെയും ഈ ദൈവശക്തിയെക്കുറിച്ച് കാണാൻ കഴിയും. തിരുവചനം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട്ട് വരെ നീണ്ടു കിടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എന്നുള്ളത്. ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവിക ശക്തിയെ ഈ വചനത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉറപ്പാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. കാരണം അവൻ ദൈവം ശക്തിമാനായ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ ഈ വാക്യം നമുക്ക് ദൈവശക്തിക്ക് പരിമിതികളോ അസാധ്യതകളോ ഇല്ല എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ചരിത്രത്തിൻ്റെ ഏടുകൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവശക്തി. ആ ദൈവശക്തി സൃഷ്ടികളെ നമുക്ക് കാണാൻ കഴിയും. ദൈവശക്തി ഭൂമിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവശക്തി എവിടെ നോക്കിയാലും ദൈവശക്തിയുടെ വ്യക്തമായ പ്രകടനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാൽ വിവിധ നിലകളിൽ ദൈവശക്തി വെളിപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വിധം പറഞ്ഞ വിവിധ നിലയിൽ അത്ഭുതങ്ങളിൽ കൂടെ, വിടുതലുകളിൽ കൂടെ, സ്തോത്രം, ത്രൂ ദ മിറക്കിൾസ്, ഡെലിവറൻസ്, ഹല്ലേലൂയ, the provisions, transformations, redemptions, ഈ ഓൾ ഏരിയയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ശക്തി. ഇന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവശക്തിയുടെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശക്തി പലപ്പോഴും നമുക്ക് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? Is nothing else. ഒറ്റ റീസണേ ഉള്ളൂ. It is due to doubts or fear or the lack of faith. ഒറ്റ റീസണേ ഉള്ളൂ. ഇന്ന് എനിക്ക് ശക്തി, ദൈവശക്തി വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അർത്ഥം there is a doubt or fear, അല്ലെങ്കിൽ lack of faith, വിശ്വാസത്തിൻ്റെ കുറവാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തി ഇന്നും വളരെ ശക്തമായി നിൽക്കുക. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ ലോകത്തിലെ ഇന്ന് വരെയും ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത, ഇനി മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണ് ദൈവശക്തിയുടെ വലിപ്പം. ആമേൻ. എത്രമാത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയുണ്ടോ ആ വ്യക്തി പോലും ആ ദൈവശക്തിയുടെ പൂർണ്ണത മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ ഒരു 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 സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തരി മാത്രം അവർ മനസ്സിലാക്കിയത്. നമുക്കറിയാം, വലിയ മിറക്കിൾസ് നടത്തിയ വ്യക്തികളെ നമുക്കറിയാം. ഈ റൊണാൾഡോ ബോങ്കയൊക്കെ, വില്യം കേറിയും അവരൊക്കെ എത്രയോ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇവർ നടത്തിയ അത്ഭുതങ്ങളൊക്കെ അവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. പക്ഷേ ഈ ശക്തി എന്ന് പറയുന്നതും ദൈവശക്തിയുടെ ഒരു കണിക മാത്രമാണ്. അപ്പോൾ ദൈവശക്തിയുടെ ആ വലിപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ദൈവശക്തി അത്രമാത്രം പവർഫുള്ളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. എന്താണ് ദൈവശക്തിയുടെ പ്രത്യേകത? ഒന്നാമതായി, ദൈവശക്തി എന്ന് പറയുന്നത് സർവ അധികാരമുള്ള, ഇറ്റ് ഈസ് എ സോവറിനാണ്. ആ സർവ അധികാരമാണ് ദൈവത്തിൻ്റെ ബലം എന്നുള്ളത്. സ്തോത്രം. സർവശക്തിയുടെയും അധികാരം ദൈവം തന്നെയാണ്. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി നൽകുന്ന ദൈവശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. സകല അധികാരവും അവനുണ്ട്. ആ അധികാരമുള്ളത്തിലാണ് ദൈവശക്തി നമുക്ക് മനസ്സിലാക്കാൻ. രണ്ടാമതായി, ദൈവശക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ ദ ഗോഡ്സ് പവർ ഈസ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ്, ആർക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇന്നും ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 32:17. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും. നിന്റെ മഹാശക്തി എന്ന് പറഞ്ഞാൽ ഇത് ആ ശക്തിയുടെ അളവ് ആർക്കും നിയന്ത്രിക്കാനോ കണക്ക് കൂട്ടാനോ പറ്റുന്ന ഒന്നല്ല. ഇറ്റ്സ് അൺലിമിറ്റഡ് ആണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയാ, നിനക്ക് ശക്തി ഉള്ളത് കൊണ്ട് നിനക്കൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്തതിന്റെ കാരണം ബിക്കോസ് ഹി ഈസ് മൈറ്റി. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമല്ലാത്തതിന്റെ കാരണം അവൻ ശക്തിയുള്ളൊരു ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മഹാശക്തിയുള്ള ദൈവമാ, എനിക്കൊന്നും അസാധ്യമല്ലല്ലോ. ലൂക്കോസിന്റെ 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ദൈവത്തിനൊരു കാര്യം, മറിയയുടെ അരികിലേക്ക് വന്ന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, സ്തോത്രം, മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം, ഹല്ലേലൂയ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്റെ മറുപടിയാ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയാം. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ എങ്ങനെ നടക്കും, എങ്ങനെ സംഭവിക്കും, ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നിന്റെ അസാധ്യതകളെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ശക്തിക്ക് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ശക്തിക്ക് അസാധ്യമായത് ഒന്നുമുണ്ടോ? മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന, മാനുഷിക ദൃഷ്ടിയിൽ സാധ്യമല്ലെന്ന് പറയുന്ന ചില കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ശക്തി. ഇവിടെ മറിയയോട് പറയാ, സ്തോത്രം, മറിയ ചോദിച്ചു, കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും? ഹൗ ഇറ്റ് ഹാപ്പൻഡ്? കാരണം പ്രകൃതിക്ക് നിരക്കുന്ന ഒരു കാര്യമൊന്നുമല്ല പറഞ്ഞേ, സയൻസിന് നിരക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞേ, മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത. പലപ്പോഴും നമ്മുടെ പ്രശ്നം മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ തലയുടെ മേളിൽ കൂടെ നമ്മളങ്ങ് വിടും. കാരണം നമ്മളത് ഏറ്റെടുക്കത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അത്. സ്തോത്രം. എന്നാൽ സ്തോത്രം, ബുദ്ധിക്ക് നിരക്കാത്തതിനെ, മാനുഷിക ദൃഷ്ടിയിൽ ചിന്തിക്കാൻ കഴിയാത്തതിനെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവം നിരൂപിച്ചാൽ, നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് ദൈവം നിരൂപിച്ചാൽ, നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറക്കണമെന്ന് ദൈവം ചിന്തിച്ചാൽ, നിന്റെ മുന്നിൽ നിൽക്കുന്ന രോഗത്തെ മാറ്റണമെന്ന് ദൈവം ചിന്തിച്ചാൽ, അതിന്റെ മുന്നിൽ ഏത് മെഡിക്കൽ സയൻസ് ഏത് റിപ്പോർട്ട് എഴുതി വെച്ചാലും, ഏതിന്റെ മുന്നിൽ ഏത് നിയമം കൊണ്ടുവന്നാലും നിയമത്തെ മാറ്റി അസാധ്യതയെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാ ഇതിനകത്ത് നാം വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടെ. നിയമത്തെ കണ്ടൊന്നും പേടിക്കരുത്. ഇവിടെ കുഴപ്പം നിയമം കുറവ് വന്നുകൊണ്ടിരിക്കുകയല്ലോ, ചിന്തിക്കാം. പേടിക്കേണ്ടതേ, നമുക്ക് വേണ്ടി നമ്മെ നിർത്തണമെന്ന് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, UK നിർത്തണമെന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ഏത് നിയമം വന്നാലും അതിനെ മറുതലത്തിൽ കൂടെ നിന്നെ നിർത്താൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ശക്തി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ മുന്നിൽ യാതൊരു അസാധ്യതകളുമില്ല. അവിടെ പറയാ, എങ്ങനെ സംഭവിക്കും? മറുപടി ഇതാണ്, ദൈവത്തിന് ഒരു കാര്യവും, ഹല്ലേലൂയ, ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും പ്രശ്നം നിന്റെ മുന്നിലുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം അസാധ്യമെന്ന് കണ്ട് നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വാക്യം ഒന്ന് ഉരുവിട്ടേ. നീ ഉരുവിടുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. നീ വിശ്വാസത്തോടെ പറയണം. അല്ലെ മെഡിക്കൽ സയൻസ് പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ ലോക വൈദ്യർ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ എഡ്യൂക്കേഷന്റെ മുന്നിൽ നീ പകച്ചു നിൽക്കുന്നെങ്കിൽ, നിന്റെ ഭാവിയുടെ മുന്നിൽ നീ പകച്ചു നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയണം, എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല, എന്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. കാരണം അവൻ സർവശക്തനായ ദൈവമാ. വിശ്വസിക്കുന്നവരുടെ മേല ഈ ശക്തി വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്നവരുടെ മേല ഈ പ്രവൃത്തി നടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. ഹിസ് പവർ ഈസ് അൺലിമിറ്റഡ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വേഗത്തിൽ മുന്നോട്ട് പോകാം. സ്തോത്രം. ഇനി ദൈവശക്തിയുടെ പ്രത്യേകത, ഗോഡ്സ് പവർ ഈസ് ക്രിയേറ്റീവ് പവറാണ്. സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ദൈവശക്തി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവിടെയൊക്കെ ആ വലിയ സൃഷ്ടികൾ മുഴുവനും നടന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ശക്തിയാലാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 139 സങ്കീർത്തനം തോന്നുന്നു, അമ്മയുടെ ഉദരത്തിൽ, യോബൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ അസ്ഥി സൃഷ്ടിച്ചത് ആര്? ബോൺസിനെ അതിനകത്തുണ്ടാക്കിയത് ആര്?
ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവ സൃഷ്ടി, ദിസ് ഈസ് ബിക്കോസ് ദ പവർ. ഇത് എന്താ സംഭവിച്ചത്? ദൈവശക്തിയാണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പവർ. ഇന്ന് പകൽക്കാലം ഉടലെടുക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ ദൈവശക്തി വ്യാപരിച്ചാൽ, അല്ല, ഇല്ലാത്തടത്ത് ചിലതിനെ ഉരുവാക്കാൻ ദൈവത്തിന് കഴിയും. സാധ്യമല്ലാത്തടത്ത് സാധ്യമാക്കി തീർക്കാൻ ക്രിയേറ്റീവ് പവർ ഉണ്ട്. ഇന്ന് പകൽക്കാലം പറ, എവിടെയെങ്കിലും അസാധ്യതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ആ ക്രിയേറ്റീവ് പവർ, ആ സൃഷ്ടിയുടെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ. ആ ശക്തി എൻ്റെ ഉദരത്തിൽ നിന്ന് വ്യാപരിക്കട്ടെ. ആ ശക്തി എൻ്റെ തലമുറയിൽ നിന്ന് വ്യാപരിക്കട്ടെ. ആ ശക്തി എൻ്റെ കുടുംബത്തിൽ നിന്ന് വ്യാപരിക്കട്ടെ. ആ ശക്തി എൻ്റെ ജോലി മേഖലയിൽ വ്യാപരിക്കട്ടെ. It's a creative power. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പവർ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതിനകത്ത് എവിടെയെങ്കിലും സൃഷ്ടിക്കപ്പെടാത്ത, അല്ലെ, സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ നോക്കിയിരിക്കുന്നെങ്കിൽ, അല്ലെ, ദൈവശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തിയാണ്. ഹല്ലേലൂയ. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, ഹല്ലേലൂയ. മാനുഷിക തലത്തിൽ ഇമ്പോസിബിൾ ആണെങ്കിലും എൻ്റെ ദൈവത്തിന് ചിലത് കഴിയും. യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ യാഗം കഴിച്ച് അവനെ തീയിൽക്കകത്ത് വെന്ത് ചാമ്പലായി തീർന്നാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആ ചാമ്പലിൽ നിന്ന് തലമുറയെ, ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാം വിശ്വസിക്കാൻ ഞാൻ പറയാം, അബ്രഹാം യാഗം കഴിച്ച ഒരുവനെയാ. അവനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, നീ ജാതികളുടെ പിതാവാകുമെന്ന്. എന്താ പറഞ്ഞേ? ജാതികളുടെ പിതാവാക്കുമെന്നൊരു വാഗ്ദത്തം അവനോട് പറഞ്ഞിരുന്നു. എന്താ? സ്തോത്രം. അബ്രഹാമിന് ലഭിച്ച ഒറ്റ തലമുറയേ ഉള്ളൂ, യിസ്ഹാക്ക്. അവനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ അവൻ ധൈര്യത്തോടെ പോയി യാഗം കഴിക്കാൻ അവനെ പ്രേരിപ്പിച്ചൊരു ഘടകം ഞാൻ ചിന്തിക്കാം. അതിനകത്ത് വാക്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അബ്രഹാം ഇത് പോകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, അവനെ യാഗം കഴിച്ച്, അല്ലെ, യാഗം കഴിച്ച് എരിഞ്ഞടങ്ങുന്ന ചാമ്പലുണ്ടല്ലോ. ചാമ്പൽ എത്രമാത്രം ചാമ്പലുണ്ട്? ഓ, ഹലോ, ഒന്ന് ചിന്തിച്ചേ. ഒരു യാഗം കഴിച്ച അവനെ ഉൾപ്പെടെ യാഗം കഴിയുമ്പോൾ എരിഞ്ഞടങ്ങുന്ന ചാമ്പല്. സ്തോത്രം. ചിലപ്പോൾ ഒരു കൊട്ടയിൽ വാരിക്കൂട്ടാൻ കാണും, അല്ലെങ്കിൽ 10 കൊട്ടയിൽ. അബ്രഹാം വിശ്വാസിക്കാരുണ്ട്. ഹല്ലേലൂയ. ഞാൻ യാഗം കഴിക്കുന്ന ഒരുവനെയാ, പക്ഷേ എനിക്ക് കിട്ടാൻ പോകുന്ന 10 കൊട്ടയാ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ തരിയിൽ നിന്നും ഓരോതിനെ ഉരുവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ വചനം പറഞ്ഞത്. സ്തോത്രം. അബ്രഹാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. റോമർക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആ ചാരത്തിൽ നിന്ന് തലമുറയെ ഒഴിവാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അബ്രഹാം വിളിച്ചു പറഞ്ഞപ്പോൾ, അല്ലയോ, സ്തോത്രം, അവന് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവശക്തി ഉണ്ട്. അതാണ് പ്രവൃത്തി, അതാണ് ദൈവശക്തി. ഹല്ലേലൂയ. സ്തോത്രം. ദ ക്രിയേറ്റീവ് പവർ. അതിൽ അവിശ്വസിക്കരുത്, വിശ്വസിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ ശക്തി വിവിധ മണ്ഡലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളിൽ കൂടെ, അടയാളങ്ങളിൽ കൂടി കാണാൻ കഴിയും. ഗോഡ്സ് പവർ മാനിഫെസ്റ്റ് ത്രൂ ദ പവർ, ത്രൂ ദ മിറക്കിൾസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളിൽ കൂടെ, ഹല്ലേലൂയ, അടയാളങ്ങളിൽ കൂടെ വെളിപ്പെട്ടിട്ടുള്ള. സ്തോത്രം. പത്രോസ്, നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2:16 വാക്യത്തിൽ തൻ്റെ ശക്തി കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും, വായിച്ചേ, 2:16. അപ്പോസ്തലപ്രവൃത്തി. ആ ആ എത്ര? 22. ഓക്കെ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. മതി. തൻ കാണിച്ചു കൊടുത്ത പുരുഷൻ എന്ന് പറഞ്ഞാൽ ശക്തിയാലും അടയാളങ്ങളാലും, സ്തോത്രം, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിവുള്ളതാണ്. ആമേൻ. സ്തോത്രം. വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി പ്രൊവിഷനിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതലുകൾ വിവിധ മേഖലകളിലാണ്. ഗോഡ്സ് പവർ വി ക്യാൻ സീ ത്രൂ ദ ക്രിയേഷൻ. ഗോഡ്സ് പവർ വി ക്യാൻ സീ ത്രൂ ദ പ്രൊവിഷൻ. ദൈവം കരുതുന്നതിൽ കൂടെ ദൈവശക്തിയെ കാണാൻ കഴിയും. നമുക്ക് എവിടെ ഉദാഹരണങ്ങൾ കാണാൻ പറയണ്ടല്ലോ. എവിടെയൊക്കെയാണ് കാണുന്നേ? ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തി. ആമേൻ. മരുഭൂമി കൂടെ നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ കണ്ടോ? ഇസ് ത്രൂ ദ പവർ. ഹല്ലേലൂയ. മരുഭൂമിയിൽ ആഹാരത്തിന് ഇറച്ചിക്ക് വന്ന് നിൽക്കുക, കാടപ്പക്ഷി വന്ന് നിൽക്കുക. ഇസ് നോട്ട് ത്രൂ ദ ഹ്യൂമൻ കപ്പാസിറ്റി, ഇസ് നോട്ട് ത്രൂ ദ ഹ്യൂമൻ എബിലിറ്റി, ഇറ്റ് ഈസ് ത്രൂ ദ പവർ ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയാലാണ്. അവനൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഇല്ലാത്ത കാട എവിടെ നിന്നോ വന്ന്
നിൽക്കുക അല്ലേ? പാളയത്തിൽ നിൽക്കുക. എങ്ങനെയാ നിൽക്കുന്നേ? ഓ ഹല്ലേലൂയ. നമ്മുടെ ഈ വാഴക്കൊലയൊക്കെ എടുക്കുന്ന പോലെ അല്ലേ? സ്തോത്രം. എന്തോ ഹൈറ്റ് ഉണ്ട്, ഇങ്ങനെ പൊക്കിയാ, കൈ പൊക്കിയാതെ ഓരോരുത്തരും പാളയത്തിനകത്ത് രാവിലെ ചെല്ലുമ്പം കാടപ്പക്ഷി ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ ഒന്ന് ചിറകടിച്ച് നിൽക്കുക. നിങ്ങൾക്കിത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? Can you imagine that? എന്നാൽ ഇന്നൊരു കാടയെ പിടിക്കാൻ പോട്ടെ. ജോൺസൺ ബ്രദർ അറിയാം കാടയെ പിടിച്ച, കാരണം അവിടെ ഒത്തിരി കാട ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് പിടിക്കാൻ പോട്ടെ, കിട്ടുന്നില്ലല്ലോ, അതതിൻ്റെ വഴിക്ക് പോവും. പക്ഷേ അന്ന് ദൈവം കൽപ്പിച്ചാന്നുള്ളണ്ടല്ലോ, ദൈവം കൽപ്പിച്ചിട്ട് നിന്റെ അരികെ വന്നാ അത് പോകത്തില്ല. ആമേൻ. അത് ദൈവശക്തിയുടെ പ്രവൃത്തിയാ. എവനെ അരികെ കൊണ്ടുവന്ന് പറപ്പിച്ച് നിർത്തുക. ഈ 1-2 പുരുഷാരത്തിനോ എത്ര പേർക്കാ? 6 ലക്ഷം ഉള്ളോ? അപ്പൊ പുരുഷന്മാരുണ്ടെങ്കിൽ പിന്നെ ആരുണ്ട്? അതുറപ്പാണല്ലോ. സ്തോത്രം. പിന്നെ മക്കള്. അപ്പോൾ കണക്കൂട്ടി നോക്കി എത്ര വരും? 10 എത്ര ഉള്ളൂടാ? അന്ന് ഒരു മക്കളൊന്നുമല്ല. 9ഉം 10ഉം മക്കളാ. ആവട്ടെ, 10 ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. ചിന്തിച്ചു നോക്കി എത്ര ലക്ഷം. ഇത്രയും പുരുഷാരത്തിന്, ഇത്രയും വരുന്ന പുരുഷാരത്തിന് ഡെയിലി ആഹാരം കൊടുക്കണമെങ്കിൽ think about his power, provision. ഹല്ലേലൂയ. നമ്മൾ ഒരു നേരം കഴിക്കാൻ നമ്മൾ ഈ കർത്താവ് ആദ്യം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസിക്കുമോ ദൈവങ്ങളെ? കർത്താവിൻ്റെ കരുതൽ ഭയങ്കരമാണ്. ആമേൻ. ഈ പുരുഷാരത്തിന് മുഴുവനും ദിവസവും അപ്പം കൊടുക്കുക. ദിവസവും ഒരു ദിവസവും ഹല്ലേലൂയ അവർ കഴിക്ക് തൃപ്തരാക്കുക. ദൈവത്തിൻ്റെ കരുതൽ അതുപോലെ കാണാൻ കഴിയുന്ന പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നോടൊപ്പം 3 ദിവസമായിരുന്ന പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിച്ചിട്ട് എവർക്ക് എവിടെ നിന്ന് അപ്പം കൊടുക്കുമെന്ന് ചോദിച്ചല്ലേ? ഈ പുരുഷാരത്തിനെ പോഷിപ്പിക്കുന്നത് എവിടുന്നാ? ചിന്തിച്ച് ചോദിക്കേ. ഇറ്റ്സ് എ പവർ, ഇറ്റ്സ് ദ ദൈവശക്തിയാ അത്. ബിക്കോസ് ഹിസ് പവർ. ആ ശക്തി ഇന്ന് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ നടക്കാത്തെ? അവിശ്വാസം. ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്. എനിക്കും അത്രയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അവിശ്വാസമാ ഇപ്പോഴും ദൈവശക്തിയെ യഥാർത്ഥമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ദൈവശക്തിയെ നമ്മൾ അങ്ങോട്ടും വിശ്വസിക്കാൻ തുടങ്ങിയല്ലോ. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത അസാധ്യതകളൊക്കെ നമ്മുടെ മുന്നിൽ സാധ്യമാകും നമ്മൾ കാണും. We can see that. അത് കാണാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ God's power manifests through the provision. ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. God's power can manifest through the provision, protection. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ദൈവിക കരുതൽ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനകത്ത് പ്രകടമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ചില മണ്ഡലങ്ങളിൽ പൈശാചികനായവൻ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവശക്തി നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണാൻ കഴിയും. ഉദാഹരണമായി ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം. ചുറ്റും സംഹാരകൻ താണ്ഡവമാടുക. ഓരോ വീട്ടിനകത്തും നിലവിളി ഉയരുക. മിസ്രൈമിൻ്റെ ആദ്യത്തെ ജനത്തെ മുഴുവനും, ആദ്യത്തെ തലമുറയെ മുഴുവനും ആ സംഹാരകൻ കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച ഭവനത്തിനകത്ത് ഈ സംഹാരം കയറിയില്ല. കാരണം ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് പ്രൊട്ടക്ട് ദി ഇസ്രായേൽസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സംരക്ഷണം അവരുടെ മേലുണ്ടായിരുന്നു. ആ സംരക്ഷണത്തിൻ്റെ ശക്തി ഇസ്രായേൽ ജനത്തെ പ്രൊട്ടക്ട് ചെയ്തു. സ്തോത്രം. പിശാച് ഇയ്യോബിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അധികാരം പറയാൻ കയറിയപ്പം ഇയ്യോബ് ഈ പിശാച് പറയുന്നൊരു കാര്യമുണ്ട്. അകത്തോട്ട് കയറി ചെന്നിട്ട് ദൈവത്തോട് പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, ഞാൻ പല പ്രാവശ്യം അവൻ്റെ വീട്ടിൽ കയറാനും നോക്കി. യവൻ്റെ ഈ ഭക്തിയും യവൻ്റെ ഈ പ്രാർത്ഥനയും ഈ രാവിലെയും വൈകിട്ടും 3 നേരം തനിക്ക് വേണ്ടിയും തൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും നിരന്തരമായി ആം കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എന്താ കാരണം? അവൻ പറയാ, നീ അവൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇയ്യോബ് ആ വേലി കണ്ടോ? മനുഷ്യർ ആ വേലി കണ്ടോ? പിന്നെ ആര് കണ്ടു? പിശാച് കണ്ടു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ആമേൻ. മറ്റുള്ളവർ നോക്കുമ്പോൾ കാണാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ
ഓ ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ കാണാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ, ചുറ്റുപാട് നോക്കുമ്പോൾ കാണാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ, സമൂഹം നോക്കുമ്പോൾ കാണാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ ദൈവമക്കളുടെ ഭവനത്തിന് ചുറ്റും ദൈവം കെട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇന്നും പിശാചിനെ തകർക്കാതിരിക്കുന്നത് നിന്റെ ഭവനത്തിന്റെ ഹല്ലേലൂയ ശക്തിയല്ല, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാ. The power of God, there is a protection. ദൈവശക്തി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിന് ചുറ്റുമുണ്ട്. ദൈവത്തെ, തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണം. ഒരിക്കൽ ഏലിയാവിരുന്ന് പ്രാർത്ഥിക്കുക. ഏലീശയാണോ? സ്തോത്രം. തൻ്റെ ചുറ്റും എലീശ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. അതിന് പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവൻ കാണാത്തവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മതി, ശ്രദ്ധിച്ചേ. ഈ ഒരുവനെ പിടിക്കാൻ അരാം സൈന്യത്തിന്റെ രാജാവിന്റെ സൈന്യം വന്ന് മലമളഞ്ഞിരിക്കുക ഈ ഒരുവനെ പിടിക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തേ? എന്താ അവർക്ക് ഈ എലീശയെ ആക്രമിക്കാൻ പറ്റാതിരുന്ന? എന്താ? യെസ്, അവർ നോക്കുമ്പോൾ ശിഷ്യന്മാര് കണ്ടില്ല, പക്ഷെ ശത്രു അവൻ കണ്ടു. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, മറ്റുള്ളവർ കണ്ടില്ല, പിശാച് കണ്ടു. ഇവിടെ ശിഷ്യന്മാർ കണ്ടില്ല. ശിഷ്യന്മാർ കാണാത്തൊരു കാര്യം അവനെ പിടിക്കാൻ വന്ന ശത്രു കണ്ടെന്ന്. സ്തോത്രം. ഇതിനെക്കുറിച്ച് ഉദാഹരണം പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ആഫ്രിക്കയിലൊക്കെ പ്രവർത്തിച്ച ഒരു മിഷണറിയുടെ ചരിത്രം പറയുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. അല്ല, ഇദ്ദേഹത്തെ അങ്ങനെയുള്ള പ്രദേശത്ത് വർക്ക് ചെയ്ത ഒരു ദേവദാസൻ്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഈ ആതുര സേവനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി നടന്ന തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. ഇത് ലക്ഷ്യം വെച്ച ചില കൊള്ളക്കാർ ഇദ്ദേഹത്തിൻ്റെ അരികിൽ പൈസയും കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച് അവരെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും വന്നു. അദ്ദേഹം ഇവരെല്ലാം ചുറ്റും നോക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. സ്തോത്രം. ഒരു ദിവസം അവർ നോക്കി, പറ്റുന്നില്ല. രണ്ടാം ദിവസം നോക്കി, പറ്റുന്നില്ല. അവസാനം ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ലീഡർ ദൈവത്തെ അറിയാനിടയായി. ഇദ്ദേഹം ഈ മിഷനറിയോട് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഇന്ന ദിവസം നിൻ്റെ വീടിന് ചുറ്റും ഞങ്ങൾ വാളും വടിവാളുമായി വന്ന് നിന്നെ ആക്രമിക്കാൻ പദ്ധതി ഒരുക്കി. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ 26 പേര് നിൻ്റെ വീടിന് ചുറ്റും വടിയുമായി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായി നിൻ്റെ കൂടെ നീ മാത്രമല്ല, നിൻ്റെ കൂടെ 10-26 പേരും കൂടെ നിന്നോടൊപ്പം ഉണ്ടെന്ന്. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളേ ഉള്ളൂ, മറ്റാരും എന്നോടൊപ്പമില്ല. അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ 26 പേരെ ഇവിടെ കണ്ടു. അയാൾ പറഞ്ഞില്ല, എൻ്റെ കൂടെ ആരുമില്ല. അദ്ദേഹം സമ്മതിക്കത്തില്ല, 26 പേരുമുണ്ട്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് മാനുഷിക ശക്തിയല്ല, ദൈവം തൻ്റെ ദൂതനെ ഇറക്കിയതാ. ഇദ്ദേഹം മടങ്ങി അമേരിക്ക ചെന്നിട്ട് സാക്ഷ്യം പറയാൻ ദൈവസഭ, അദ്ദേഹം പോകുന്ന സഭയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ ഈ വിവരം പറഞ്ഞു, ഇത്രാം തീയതി 26 ഇന്ന ദിവസം ഇത്രാം തീയതി ഇങ്ങനൊരു സംഭവം നടന്നു. അദ്ദേഹത്തെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം അക്രമധാരികളായ ആയുധധാരികളായ വ്യക്തികൾ വന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം 26 പേര് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും വടിവാളുമായി ആയുധമേന്തി നിൽക്കുന്ന കാഴ്ച കണ്ട് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ദൈവദാസൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴിയാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റൊക്കെ നോക്കി, എന്നിട്ട് പുൽപ്പിലേക്ക് എന്ന് പറഞ്ഞു, ഇന്ന ദിവസം പ്രഭാതത്തിൽ 5 മണിക്ക് ഇവിടെ വന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞു. അവിടെ അവർക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട്, രാവിലെ 5 മണിക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. അന്ന് പ്രാർത്ഥിച്ചവർ 26 പേര്. ആ ദിവസം, അതേ ദിവസം അന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചവർ 26 പേര്. ഇവരിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നോക്കിക്കേ, ശത്രു തകർക്കാൻ കയറുമ്പോൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദൈവിക സംരക്ഷണം. നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, നീ അറിയാതെ ചില മണ്ഡലങ്ങളിൽ ദൂതനെ ഇറക്കും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നീ പോലും അറിയാത്തൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടാൻ ഇടയായിത്തീരും. അതാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി. ഞാൻ വേഗത്തിനോട് സോ അതുകൊണ്ട് ദൈവമക്കളെ, ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ ഗോഡ്സ് എബിലിറ്റി. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ ഗോഡ്സ് പവർ. ദൈവശക്തിയെ
നമ്മൾ ചെറുതായി കാണരുത്. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയാം, സമയമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഗോഡ്സ് പവർ ഈസ് ക്രിയേറ്റീവ്, ഗോഡ്സ് പവർ ഈസ് റിഡംപ്റ്റീവ്, ഗോഡ്സ് പവർ ഈസ് സസ്റ്റൈനിങ്, ഗോഡ്സ് പവർ ഈസ് വിക്ടോറിയസ്, ഗോഡ് പവർ ഈസ് പ്രൊവിഷൻസ്, ഗോഡ്സ് പവർ ഈസ് പ്രൊട്ടക്റ്റീവ്. ഇന്ന് പകൽക്കാലം നമ്മെ നിർത്തുന്നത് ഈ ദൈവശക്തിയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഈ ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ബൗണ്ടറികൾ വെക്കാതെ ആ കർത്താവിൻ്റെ ശക്തി വിശ്വസിക്കാൻ കഴിയുമോ? ഡു യു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഏബിൾ ടു ഡു സംതിങ് ഫോർ യു? ഇന്ന് ഏതെങ്കിലും അസാധ്യതകൾ നിന്റെ മുന്നിലുണ്ടെങ്കിൽ, ഒരു പ്രശ്നം നിൽക്കുമ്പോൾ വിശ്വസിക്ക്. Can you believe that God is able to do that? Can you believe that God is able to open the door for me? Can you believe that God is able to heal my sickness? Do you believe that God is able to do the solution for my problem? Do you believe that? If you believe it, and say to God, God, I know nothing is impossible with you.